ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്ന കുടുംബത്തിന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യിക്കുന്നത് മാൾട്ടയിൽ നിന്നും അനു ജോണാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ഇവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് ഈ സഹോദരി ഈ ദിവസങ്ങളിൽ OET എക്സാം, ഇംഗ്ലീഷ് എക്സാം എടുക്കുന്നു. ആ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നവർക്ക് കുടുംബമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോകാനായിട്ട്, ഓസ്ട്രേലിയയിൽ കുടുംബമായി സെറ്റിലായി ജീവിക്കുവാൻ ഒരു വലിയ വഴി ഇവരുടെ മുമ്പിൽ ദൈവം ഓപ്പണാക്കി കൊടുക്കേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും? ഇവരുടെ ആവശ്യത്തിന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം കരം നീട്ടേണ്ടതിനായിട്ട് ഞാനിങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ആരെങ്കിലും വിശ്വാസത്തോടെ കർത്താവിന് വേണ്ടി കരം നീട്ടിയാൽ, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി കരം നീട്ടിയാൽ, ഞാൻ ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് ദൈവം ആർക്കും കടക്കാരനല്ല. അവരെ പ്രാർത്ഥനാ വിഷയത്തിൽ അവരർഹിക്കാത്ത നിലയിൽ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നതാണ്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അനുസരിച്ചതിന് വേണ്ടിയും അർഹിക്കാത്ത ഒരു നന്മ ഈ മകൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഈ സമയത്ത് നിങ്ങളുടെ മക്കൾ ഒരു പക്ഷേ ഇംഗ്ലീഷ് എക്സാം എഴുതുന്നവർ കാണാം. ഒരു പക്ഷേ എന്നെ കാണുന്നവരായിരിക്കാം ഈ ദിവസങ്ങളിൽ IELTS വേണ്ടി പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതവാതിൽ തുറക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ അനുസരണം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ അനുസസൻ്റെ OET എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മകൾ അത്ഭുതം കാണേണ്ടതിനായിട്ട്, ഒരു വലിയ ദൈവപ്രവൃത്തി ഈ മകൾ കാണേണ്ടതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന, ഹല്ലേലൂയ, മാനിക്കുന്ന, ഹല്ലേലൂയ, പത്രോസിൻ്റെ പടകിനെ നിറച്ച, ഹല്ലേലൂയ, ചോദിച്ചവർക്ക് മുഴുവൻ അത്ഭുതം ചെയ്ത, 5 അപ്പം കൊണ്ട് 5000 പുരുഷാരത്തെ പോറ്റി പുലർത്തിയ എന്ന് പറഞ്ഞാൽ 20,000 പേർക്ക് ആ അപ്പത്തെ വർദ്ധിപ്പിച്ചു കൊടുത്ത ആ ദൈവം ഈ മകൾക്ക് വേണ്ടിയും ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഞാൻ ഈ മകളെ ഏൽപ്പിക്കുന്നു. ഈ മകളുടെ വേദനകളും വിഷമങ്ങളും മാറി സന്തോഷത്തിലേക്ക് ഈ മകളെ കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യമേ മകളെ തൊടണം. സുവിശേഷത്തിന് വേണ്ടി വീണ്ടും ഒരു വലിയ സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഈ മകളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ആ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം വിശ്വസ്തനും വാക്കുമാറാത്തവനും വിശ്വസിക്കുന്നവരെ മുഴുവൻ താങ്ങി മുൻപോട്ട് കൊണ്ടുപോകുന്നതുമായ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന പൊന്നു തമ്പുരാനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം തിരിഞ്ഞു നോക്കിയാൽ നന്ദി അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം 6.5 വർഷത്തിന് മുമ്പ് പവർ വിഷനിൽ ഒരു എപ്പിസോഡുമായി കടന്നു വന്ന എന്നെ ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി പ്രതികൂലത്തിലുമായിരുന്നു. മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ പ്രസൻറ്റ് ഈ സമയത്ത് തിരിഞ്ഞു നോക്കിയാൽ 8ഓളം TV ചാനലുകളിലേക്ക് ഇത് മാറി. സ്വർഗ്ഗത്തിലെ ദൈവത്തിന് നന്ദി അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഇന്ന് ഈ 8ഓളം TV ചാനലിൽ 7 എണ്ണത്തിലും 5 ദിവസത്തിന് മേളിൽ പ്രസംഗിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അതിൻ്റെ വഴി തുറന്നു. കാരണം ഇതെൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. പ്രിയരെ, ഇന്നത്തെ എപ്പിസോഡും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കഴിവിലോ ബുദ്ധിയിലോ ഒന്നുമല്ല. ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മുടെ കഴിവിലാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. അല്ല, ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയിലാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ നീതിയിലൂടെയാണ് അവൻ നമ്മെ രക്ഷിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ ഈ എപ്പിസോഡ് പറയുമ്പോൾ തന്നെ ആദ്യമായി ശ്രദ്ധിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയാം, ഞാനൊരു മതത്തിൻ്റെ വ്യക്തിയായിട്ടോ, നിങ്ങൾ ഒരുപക്ഷെ ചിലവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, ഈ വ്യക്തി ക്രിസ്ത്യാനിയുടെ കാര്യത്തിൽ അല്ല, അങ്ങനെയല്ല. ദൈവം ക്രിസ്ത്യാനിയുടെ ദൈവം എങ്ങും എഴുതിയിട്ടില്ല. ബൈബിൾ അറിയാവുന്നവർക്കറിയാം, യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ജാതീയ മാർഗത്തിൽ നിന്നായിരിക്കാം. ജാതീയ മാർഗമെന്ന് പറയുമ്പോൾ ഞാനൊരു മതത്തെ താഴ്ത്തിക്കെട്ടാനല്ല. മുസ്ലിം ആയിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, ഹല്ലേലൂയ, ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. പക്ഷേ യേശുവിനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ പ്രത്യേകത, അവൻ വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഇവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ
ഇന്ന് ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞാൻ ഉറപ്പായി ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ നശിക്കുവാൻ ഇനി ഈ ലോകത്തിൽ ആരെല്ലാം വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം നിങ്ങൾക്കും എനിക്കും പകരമായി വില കൊടുത്തവൻ്റെ നിത്യജീവൻ്റെ അവകാശം നിങ്ങളുടെ മുകളിൽ വ്യാപരിക്കുകയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദാനമായി ലഭിക്കുന്ന ഒന്ന്, പിതാവ് അവനെ ആഴമായി സ്നേഹിക്കുന്നു. 2, ഹല്ലേലൂയ, പുത്രരിലൂടെ ഒരു നിത്യജീവൻ അവൻ അവകാശമാക്കി. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മനുഷ്യരെല്ലാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാണ്. മരണത്തെ ജയിച്ച പുത്രൻ നിങ്ങൾക്ക് മുമ്പിൽ യാത്ര ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കാമെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചു അവരെ സൗഖ്യമാക്കുകയും അവരുടെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എങ്കിൽ ഇന്ന് കുഴിയിൽ നിന്ന് കരകയറ്റും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഈ മിനിറ്റിൽ പ്രാർത്ഥനയിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുകയാണ്, നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം മാറ്റമായിരിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഇന്ന് 18 വർഷമാകുകയാണ് ഈ പുസ്തകമെടുത്ത് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നിയമിക്കപ്പെട്ടവനായിട്ട്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടവനായിട്ടും സുവിശേഷത്തിന് സമർപ്പിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഒന്ന് വ്യക്തമായോടെ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ, തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വൻ പ്രവൃത്തികളല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഞാൻ കണ്ട ദൈവം ജീവനുള്ള ദൈവമാണ്. ഞാൻ മറ്റ് മതങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റ് മതങ്ങളെ താഴ്ത്തിക്കെട്ടുകയല്ല, അവരുടെയൊന്നും ദൈവം ജീവിക്കുന്നതായി കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ബുദ്ധ മതത്തിലുള്ള വ്യക്തിയുമായിട്ട് പറയുമ്പോൾ പറഞ്ഞു, ക്രിസ്ത്യാനികളൊക്കെ ജീവിതമില്ലാത്തവരാ, ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾ ഒരു ഇരുമ്പിനെ പോലും വേദനിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയുടെ ആത്മാവിൽ തിരിച്ചു പറഞ്ഞു, ബുദ്ധൻ എന്ന് ജീവിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ, കാരണം ബുദ്ധൻ മരിച്ചിട്ടും കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ഇത്ര പ്രാഗൽഭ്യത്തോടെ പറയാൻ കാരണം ഞാൻ ഈ ചുമക്കുന്ന സത്യവേദ പുസ്തകത്തിൻ്റെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ അതിൻ്റെ ഓദർ ആയിരിക്കുന്ന യേശു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനായവൻ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്രായേലിൽ ഒരേ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെണീറ്റിട്ട് വീണ്ടും മരണമില്ലാത്തവനായിട്ട് ഹീസ് ആൽഫ ആൻഡ് ഒമേഗ, ആദ്യനും അന്ത്യനുമായവൻ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒടുക്കം കണ്ടവൻ, ആരംഭത്തിൽ തന്നെ അവസാനം പ്രസ്താവിച്ചവൻ, അവൻ എന്നും ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങളിത് എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിലേക്ക്, നിങ്ങൾ എവിടെയാണോ എന്നെ ശ്രദ്ധിക്കുന്നത് അവിടേക്ക് അവൻ ഇറങ്ങി വന്ന് നിങ്ങളെ സ്പർശിക്കുവാൻ, ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ ചിന്തിച്ചാട്ടെ, യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുകയാണ്. യേശു നിങ്ങളുടെ വഴികളെ തുറക്കാൻ പോവുകയാണ്. എങ്കിൽ ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങി 2 എപ്പിസോഡുകൾ ഹല്ലേലൂയ യേശുവിൻ്റെ നീതിയാലാണ് നാം ജീവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നമ്മുടെ കഴിവിലല്ല, നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതൽ കൊണ്ടല്ല നമ്മുടെ വഴികൾ തുറക്കുന്നത്. ഹല്ലേലൂയ, ദൈവ നീതിയാലാണ് നാം വിടുവിക്കപ്പെടുന്നതെന്നുള്ളത് നിങ്ങൾ അറിയാൻ പോവുകയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത്, തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് ഹല്ലേലൂയ 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യം പറയുമ്പോൾ വാക്യം നാം ശ്രദ്ധിക്കുമ്പോഴറിയാം, താൻ പാപികളിൽ ഒന്നാമനാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ക്രിസ്തു യേശു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാനിതൊന്ന് തൊട്ടുവിടുകയാണ്. രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് മനസ്സിലാകണം, സ്വതമേ കയറാൻ കഴിയാത്ത അനുഭവത്തിൽ. ഹല്ലേലൂയ, സങ്കീർത്തനക്കാരനെ നോക്കിയാൽ അറിയാം, 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഹല്ലേലൂയ കരകയറ്റി, എൻ്റെ വായിൽ പുത്തൻ പാട്ട് തന്നു. ഹല്ലേലൂയ, ഒന്ന് വിശ്വസിക്കാമോ? കുഴഞ്ഞ ആ ചെളിക്കുഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് സ്വതമേ കയറാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ബലമുള്ള കരം വന്ന് എന്നെയും നിങ്ങളെ പിടിച്ചു ആ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതിൻ്റെ 36-ാമത്തെ വാക്യം പറഞ്ഞു, സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അപ്പം യേശു നമുക്ക് സ്വാതന്ത്ര്യം തരുവാനായിട്ട് പാപത്തിൽ നിന്ന്. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ ഹല്ലേലൂയ, പലവരും ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇന്ന് ആദ്യ എപ്പിസോഡിൽ ഇങ്ങനെ തൊട്ടേ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, പലരും ചിന്തിക്കുന്നത് സ്വയം കഴിവിൽ, സ്വയം വിശുദ്ധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഒരിക്കലും ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ സ്വന്തം കഴിവിൽ വെളിപ്പെടത്തില്ല, സ്വന്തം ഇഷ്ടത്തിൽ വെളിപ്പെടത്തില്ല, സ്വന്തം ക്രമത്തിൽ വെളിപ്പെടത്തില്ല. പക്ഷേ ഹല്ലേലൂയ, അവൻ്റെ പുത്രനായ യേശു
യേശുവിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. നമ്മളെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് പ്രിയരെ, ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവം. ഞാൻ ഈ ഭാഗത്ത് ഇന്ന് ഈ എപ്പിസോഡിൽ ചിന്തിക്കുമ്പോൾ തന്നെ യേശു താൻ പരസ്യ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ താൻ ചെയ്ത ഒരു വലിയ നീതി പ്രവൃത്തി അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, ബെഥേസ്ദയിലെ കാര്യമാണ്. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 5:1 വാക്യങ്ങളാണ്. വേഗത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ച് ഇതിൻ്റെ ഉള്ളടക്കം ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. 2-ാമത്തെ വാക്യം, യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ടിരിക്കുന്നു. 4-ാമത്തെ വാക്യം, അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 6-ാമത്തെ വാക്യം, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായി എന്ന് അറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഈ 6 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഹല്ലേലൂയ, ബെഥെസ്ദ എന്ന് പറയുന്ന അല്ലെങ്കിൽ എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. അതിൽ നാനാ വ്യാധി പിടിച്ച, അല്ലെങ്കിൽ അതിന് 5 വാതിലുകളുണ്ട്. അതിൽ ഒരു വാതിലാണ് ഇപ്പോൾ യേശു നിൽക്കുന്നത്. അതിൽ നാനാ വ്യാധി പിടിച്ചവർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ തുടർന്ന വലിയ ഒരു രോഗികളുടെ ഒരു നിര തന്നെ അവിടെയുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് ഹല്ലേലൂയ മേഴ്സി ഹോമാണ്, അല്ലെങ്കിൽ ഇത് ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. നമ്മൾ ഇന്ന് ഒത്തിരി സ്ഥലങ്ങളിൽ പുറമെ ബോർഡുകളുണ്ട്, ഇവിടെ ഇത്ര പ്രാവശ്യം മലകയറിയാൽ, ഇത്ര പ്രാവശ്യം നിലത്തുരുണ്ടാൽ സൗഖ്യം ലഭിക്കുക, അങ്ങനെ ഒരു സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യം, ഇതിനകത്ത് അതാത് സമയങ്ങളിൽ എപ്പോഴാണെന്ന് കൊടുത്തിട്ടില്ല, ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ഈ കുളത്തിൻ്റെ സൈഡിൽ കിടക്കുന്നവർ ആദ്യം ആരാ ഇറങ്ങുമോ അവർക്ക് സൗഖ്യം ലഭിക്കും. അങ്ങനെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 38 ആണ്ട് തളർവാദ രോഗത്തിൽ കിടക്കുന്ന, എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നത് യേശു ദൂരത്തു നിന്ന് കണ്ടു. ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞോട്ടെ, നാളുകളായി നിങ്ങൾക്കൊരു വ്യത്യാസമില്ല, പ്രാപ്തനെങ്കിലും നിങ്ങൾ ഉപവസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസമില്ലെങ്കിൽ ഇന്ന് ഹല്ലേലൂയ യേശുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, കർത്താവേ എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എന്നെ അങ്ങൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളെ അവൻ കാണുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? ദൂരത്തുനിന്ന് അവനെ കണ്ടു. യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. അടുത്ത വാക്യം 7-8 വാക്യങ്ങളിലേക്ക്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 8-ാമത്തെ വാക്യം, യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുക്കുക എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 9-ാമത്തെ വാക്യം, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, അദ്ദേഹം ആ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞ മനുഷ്യൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വിഷമമാണ് യേശുവിനോട് പറയുന്നത്. എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ കുളത്തിലെത്തുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്ക് മുമ്പായി ഇറങ്ങും. ഹല്ലേലൂയ. ഒന്ന് നിങ്ങളുടെ വിഷമങ്ങൾ ഉള്ള അവസ്ഥയിൽ യേശുവിനോട് നിങ്ങളൊന്ന് പറയാമെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കരം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുന്നത് കാണാം. ഹല്ലേലൂയ. യേശുവിനോട് സംസാരിക്കാൻ BTH വേണ്ട ആവശ്യമില്ല. യേശുവിനോട് സംസാരിക്കാൻ തിയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. യേശുവിനോട് സംസാരിക്കാൻ ബൈബിൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് അനുഭവത്തിലാണോ, കാരണം അവൻ പാപികളെ രക്ഷിക്കാൻ, പാപത്തിൽ അവസാനിച്ചെന്ന് പറയുന്ന, ഇനിയൊരു വിടുതലില്ലെന്ന് പറയുന്നവരെ രക്ഷിക്കാനാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നിശ്ചയമായും അവൻ നിങ്ങളെയും എന്നെയും രക്ഷിക്കുന്ന ദൈവമാണ്. അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും മുഴുവനായി വഴി നടത്തുന്ന, ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അവൻ വഴി നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാമോ? യേശു ഞാനാണ് എങ്കിൽ, എൻ്റെ അനുഭവം, എൻ്റെ കണ്ണ് തുറന്ന അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനാണെങ്കിൽ ഈ 38 വർഷമായ വ്യക്തിയോട് ആദ്യം ചെന്നിട്ട് പറയും, നിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റുപറയണം, നീ ഒന്നുകൂടെ മനസ്സാന്തരപ്പെടണം, ദൈവപ്രവൃത്തി നടക്കും, നിനക്കൊന്നുകൂടെ വിശുദ്ധി വരാനുണ്ട്. ഇങ്ങനെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ ഞാൻ യേശുവിലേക്കൊന്ന് പൂർണ്ണമായി നോക്കുമ്പോൾ യേശു ഇതൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മനസ്സുള്ളത് കൊണ്ടാണ് 38 വർഷമായി ഈ മനുഷ്യനിവിടെ കിടക്കുന്നത്. ഇന്ന് നിങ്ങൾ
ദീർഘനാളുകളായിട്ടെങ്കിലും ആ വിഷയത്തിൽ നിങ്ങൾ മടുത്തു പോയിട്ടില്ലെങ്കിൽ ഇന്നൊരത്ഭുതം നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശു മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യനോട് പറയുക, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശു അവൻ്റെ കുടുംബകാര്യം ചോദിച്ചില്ല, എത്ര നാളായെന്ന് ചോദിച്ചില്ല, എന്തോ അതിനെ നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചില്ല. യേശു പാപികളെ രക്ഷിക്കാൻ വന്നു. ആ രക്ഷ അവന് വെളിപ്പെടുത്തി കാണിച്ചു. അവിടെ യേശു അവനെ കൈവിടുകയല്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാം, സൗഖ്യമാക്കാനും അവൻ്റെ ജീവിതത്തിലേക്ക് അവനെ മടക്കി കൊണ്ടുവരാനും കഴിയുമെങ്കിൽ അവനെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാനും യേശുവിന് കഴിയും. അതിൻ്റെ 14-ാമത്തെ വാക്യം. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കുക, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മ ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുക മാത്രമല്ല, അപ്പോൾ സൗഖ്യത്തെ പുച്ഛത്തോടെ നോക്കുന്നവരുണ്ട്. അവർ സൗഖ്യം മാത്രമാണ് പറയുന്നത്. അല്ല പ്രിയരെ, യേശു നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നവരാണ്. യേശു നിങ്ങളുടെ ഏത് വിഷയമാണോ ആയിരിക്കുന്നത് ആ വിഷയത്തിൽ മറുപടി തന്നിട്ട് അവനിലേക്ക് നിന്നെ നടത്തുന്ന ദൈവമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും. ദൈവം ഒരിക്കലും നമ്മളെ ഹല്ലേലൂയ പാപത്തിൽ ഇട്ട് അല്ലെങ്കിൽ രോഗത്തിലിട്ട് ഒത്തിരി അലട്ടുന്ന ദൈവമോ ഒത്തിരി അലയിക്കുന്നയോ കരയിക്കുന്ന ദൈവമല്ല. ഏത് വിഷയത്തിലാണോ നീ കരയുന്നത് ആ വിഷയത്തിൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് നിന്നെ ആ പാപത്തിൽ നിന്ന് തൻ്റെ രക്ഷയുടെ പുതപ്പിട്ട് കവർ ചെയ്ത് നിന്നെ സ്വന്തം മകനാക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾ വീണ്ടും കേൾക്കണം എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. എന്നാൽ നമ്മുടെ പ്രയർ ലൈന് ഈ ആവശ്യമായിട്ട് താൻ വിളിച്ചു. അങ്ങനെ എന്നെ ലഭ്യമായി. അങ്ങനെ ഈ മകനുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. ഇനി എന്താ സംഭവിച്ചതെന്ന് ഒരു വാക്ക് പറഞ്ഞു മാത്രമായിട്ട് ഞാൻ എൻ്റെ സിസ്റ്റർ മുഖാന്തരമാണ് പാസ്റ്ററെ ഞാൻ പരിചയപ്പെടുന്നത്. ആഗസ്റ്റ് മാസം എൻ്റെ സിസ്റ്റർ TV പ്രോഗ്രാം കണ്ട് പാസ്റ്ററെ വിളിച്ചപ്പം ജോലി സംബന്ധമായിട്ട് ഒരു കാര്യം ആദ്യം പാസ്റ്റർ പറഞ്ഞു. ഇന്ന് 3 മണിക്ക് ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്നു എന്ന് സിസ്റ്ററോട് പറഞ്ഞു. എന്നാൽ അതേമാതിരി തന്നെ 3 മണിക്ക് സിസ്റ്റർ ഒരു വേറെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരു ജോലീൻ്റെ കാര്യത്തിന് പോയി. അതേ ഹോസ്പിറ്റലിന് വേണ്ടി വേറൊരു വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരുന്നു. അന്നേരം അതേ ഇതിൽ ഒപ്പിട്ടു. വലിയൊരു ഹോസ്പിറ്റലിൽ ദൈവം അന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ദൈവം ഇടയാക്കി. സൗരി ബെഹ്റിലല്ലേ? പ്രിൻസി എന്ന പേര്, ബെഹ്റിലാണ്. അദ്ദേഹത്തിൻ്റെ സൗരിയാണ് ആദ്യം നമ്മുടെ TV പ്രോഗ്രാം കാണുന്നത്. അവിടെ നിന്ന് വിളിച്ചിട്ട് ജോലിയിലൊരു പ്രശ്നമായിട്ട് നിൽക്കുകയായിരുന്നു. ആ സെക്കൻഡിൽ ഞാൻ പറഞ്ഞു, ഇന്ന് 3 മണിക്ക് തന്നെ നിങ്ങളെ വേറെ ഹോസ്പിറ്റലിൽ വിളിക്കും, അവിടെ നിങ്ങൾ സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചല്ലേ? അതെ അതെ. പ്രൈസ് ദ ലോർഡ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളയ്ക്ക് ആദ്യമായിട്ട് ജോലി കിട്ടി. അതെനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ പാസ്റ്ററിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അധികാരികൾ ഒപ്പിട്ട ഒരു പേപ്പർ വരുന്നുണ്ട്, ജോലിയായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ബുധനാഴ്ച എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള ഒരു പേപ്പർ, ഗവൺമെൻറ്റിൻ്റെ പേപ്പർ എനിക്ക് കിട്ടി. എനിക്ക് ചൊവ്വാഴ്ച ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഈ കർത്താവിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് കർത്താവിന് നന്ദി പറയുന്നു, പാസ്റ്ററിന് നന്ദി പറയുന്നു ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സിസ്റ്ററിനോട് കഴിഞ്ഞ ഞായറാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോയി, ആൾക്കാരെല്ലാം ഓടിയിരിക്കുന്നു. അതിനകത്ത് എനിക്ക് വേഗത്തിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ ഈ തലയിലോട്ട് കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ ആഴ്ച ജോലി സംബന്ധമായൊരു പേപ്പർ കർത്താവ് നിൻ്റെ കയ്യിലോട്ട് തരുന്നു എന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു? അങ്ങനെ തന്നെയാണ് പറഞ്ഞതിനനുസരിച്ച് ദൈവം അത് ബുധനാഴ്ച ഈ സഹോദര കയ്യിൽ കൊടുത്തു. അതിൻ്റെ ആ പേപ്പറിൻ്റെ ആണ് ഗവൺമെൻറ് ജോലി സംബന്ധമായ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പറാണ് ഈ മകളുടെ കയ്യിലിരിക്കുന്നത്. ഒന്ന് വിശ്വസിക്കാമോ? എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവം പറഞ്ഞാൽ വാക്കുമാറാത്തവനാണ്. ദൈവത്തിൻ്റെ അതിശയ പ്രവൃത്തിക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. നമ്മുടെ യേശുവിനെ ഒന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ കരുതുന്ന വിധങ്ങളൊന്ന് ഓർത്താൽ
കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, നമുക്ക് വേണ്ടി ആ ക്രൂശിൽ ആഴമായി മുറിവുകളേറ്റ് വലിയ നിലകളിൽ പിടയുമ്പോൾ അവൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷ കണ്ടു. സ്വന്തം ശരീരത്തെ തകർത്തുകൊണ്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത്, വീണ്ടെടുത്തത്. എങ്കിൽ ഒരു വാക്യം ചോർന്ന് പറയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? വിശ്വസിക്കാമോ? ആ കാൽവരിയിൽ പിടയുന്ന ആ പിടച്ചലിൽ ആ ഒഴുകിയിറങ്ങുന്ന അവസാനത്തുള്ള രക്തവും എൻ്റെയും നിങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വിലയാണ്. ഹല്ലേലൂയ! ഏറ്റവും വിലയുള്ള രക്തത്തിലാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തത്. എങ്കിൽ ഇപ്പോൾ മിനിറ്റുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രക്തത്തുള്ളികൾ നിങ്ങളെ വീണ്ടെടുത്തെന്ന് ഉറപ്പുവരുത്തും. അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ മുകളിലേക്ക് വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റിൽ തന്നെ നാളുകളായി തലമുറയില്ലാത്തവർ എന്നെ കേൾക്കുന്നു. മിനി എന്നൊരു പേരെന്നെ എഴുതി കാണിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഇപ്പോൾ ചെയ്യുകയാണ്. കർത്താവേ, ഞാൻ അതേപോലെ തന്നെ അൻസുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ അതേപോലെ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. ഷൈനിക്കും ഷെർലിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതേപോലെ മഞ്ജു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. അപ്പോൾ ഇവർ നാളുകളായി കരയുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ജീവനുള്ള ദൈവമാകിയാൽ അങ്ങയുടെ അത്ഭുതകരം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക രോഗികളെ തൊടുകയാണ്. ഞാനിങ്ങനെയാണ് കാണുന്നത്. ആണിപ്പാടുള്ള കരം ഓരോ മക്കളുടെയും മുകളിൽ വന്ന് തൊടുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുകയാണ്. ആസ്മ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ക്യാൻസറുകളും ട്യൂമറുകളും ഇപ്പോൾ അപ്രത്യക്ഷമാക്കുകയാണ്. രോഗക്കിടക്കയിൽ നാളുകളായി കിടക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബ്രദർ എന്നെ കേൾക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുകയാണ്. സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ നിങ്ങളുടെ ദൈവത്തിൽ ദൈവം അയച്ചു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഭവനത്തിൻ്റെ വഴി തുറക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് ഒരത്ഭുതം ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞാൻ ഹല്ലേലൂയ അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരണം. പരിശുദ്ധാത്മാവേ, ഒരത്ഭുതം ബിനുവിന് വേണ്ടി ചെയ്യണമേ. ഒരു ജോലിയുടെ മാർഗം സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ തന്നെ വലിയ നന്മകൾ കൊണ്ട് ഇവരെ അങ്ങ് മൂടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്തതിനായി നന്ദി. ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലധാരമ സന്ധേരിയ അത്ഭുത വിടുതകൾ. പ്രിയരെ, വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന 2 സഹോദരന്മാർ എന്നെ കേൾക്കുന്നു. അവർക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കുടുംബങ്ങളൊന്നാകാതെ വഴക്കിലും പ്രശ്നങ്ങളിലും നിൽക്കുന്നവർ, സഹോദരിമാർ കരയുന്നവരെന്നെ കേൾക്കുന്നു. കർത്താവേ, മദ്യപാനത്തിൻ്റെ ശക്തികൾ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെന്നെ കേൾക്കുന്നു. ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവർക്കൊരു ആൻസർ അങ്ങ് അയച്ചിരിക്കുന്നതിനായി നന്ദി. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. പ്രദീപിന് വേണ്ടി വഴി തുറന്നിരിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിളാണ്. IMO ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നേരിട്ട് ഈ ദിവസങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. ഏത് നമ്പറിൽ എന്നെ വിളിച്ചാൽ കിട്ടുമെന്ന് അതിനകത്ത് പ്രത്യേകമായി നിങ്ങൾ എന്നെ വിളിക്കുവാൻ നോക്കണം. 65 തുടങ്ങുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മീറ്റിങ്ങിൻ്റെ തടസ്സം മൂലം എടുക്കാൻ പറ്റാത്തതാണ്. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വാട്സാപ്പിൽ പ്രതികരിച്ചാട്ടെ. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി റിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നുവെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ എഴുതി കാണിക്കുന്നു. വളരെ അനുഗ്രഹമായ ലൈവ് മെസ്സേജുകളും ഒരു
കൂട്ടം സാക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഈ എപ്പിസോഡുകളും അപ്ലോഡായിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. മറ്റുള്ളവരെയും കൂടി ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും അപ്ഡേഷനുകളുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തെ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. അവിടെ എല്ലാം കടന്നു വന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഉള്ളവരെ അറിയിച്ചാട്ടെ. അതേപോലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു, നിങ്ങൾ ഇതുവരെയും ഈ എപ്പിസോഡിന് ഒരു പ്രാവശ്യമെങ്കിലും സഹായിച്ചിട്ടില്ലെങ്കിൽ, കാരണം 10 തവണ മുടങ്ങാതെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ അതേപോലെ എല്ലാ മാസവും ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്തൊരു ഭാഗത്താകാം പ്രിയരെ. കാരണം ഒരു ദിവസത്തെ എപ്പിസോഡിൽ തുടങ്ങിയെന്ന് 6.5 വർഷത്തിന് മുമ്പ് ഒരു ദിവസത്തെ എപ്പിസോഡുമായി തുടങ്ങിയ ഇന്ന് 8ഓളം TV ചാനലിലേക്ക് ഇത് വരണമെങ്കിൽ ദൈവം ഇതിനെ വളർത്തിയും ഇതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങളും വേഗത്തിൽ വിളിച്ചൊരു സ്പോൺസർഷിപ്പ് ഉറപ്പാക്കിയാട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ കൊല്ലത്ത് രാവിലെയും വൈകിട്ട് തിരുവനന്തപുരത്തുമായി ആരാധന നടക്കുന്നു. മാസത്തിൽ 2 ആഴ്ച ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനുണ്ട്. നിങ്ങൾ കടന്നു പറയുന്ന ഓർപ്പിക്കുന്നു. ഇട മീറ്റിങ്ങുകൾ നടക്കുന്നു, സ്പെഷ്യൽ കോൺഫറൻസുകൾ നടക്കുന്നു. അതേപോലെ തന്നെ വേറെ പലയിടങ്ങളിലും നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നു. സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും മലേഷ്യയിലും ഒക്കെ നമ്മുടെ സ്പെഷ്യൽ ആരാധനകൾ നടക്കുന്നു. നിങ്ങൾ കടന്നു പറഞ്ഞ സിംഗപ്പൂരോട് പ്രത്യേകം കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന അനുസരണമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഈ മകൾക്കൊരു വലിയ വിടുതൽ കൊടുക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു, അത് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.